ഹായ് നമസ്കാരം, വിഷ്ണു വലിയകാട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് പോയിട്ട് അടിച്ചു പൊളിക്കാനും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും നല്ല കിടിലമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു കിടിലം സ്പോട്ടിലേക്കാണ് നിങ്ങളെ ഞാനിപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പോട്ട് ഏതാണെന്ന് ഞാൻ വീഡിയോ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. വേണ്ട ഈ കാണുന്ന റോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ച് മതിയാവും. ശരിക്കും ഞാൻ ഈ സ്പോട്ടിനെ പറ്റി വളരെ യാദൃശ്യമായിട്ടാണ് അറിയുന്നത്. ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് ഇങ്ങനെ ഒരു വഴിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് വളരെ യാദൃശ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഒരു ചെറിയ വഴിയിലൂടെ ഇറങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാര്യം ഇത്രത്തോളം വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അത്രത്തോളം ആളുകളാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് കൂടുതൽ പേരും ഫ്രണ്ട്സായും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഒക്കെയാണ് വന്നിരിക്കുന്നത്. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ സ്പോട്ടാണ്. ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ദ്വീപ് കണ്ടോ, ആ ഒരു ദ്വീപ് അവിടെ പോയി നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഹട്ടും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്ന ദിവസം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള ഒരു സീറ്റ് ഒപ്പിക്കാൻ വളരെ പാടായിരുന്നു. എന്തായാലും നമുക്ക് സീറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നു. അപ്പോൾ അവിടെ പിടയ്ക്കുന്ന മീനുകൾ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുന്നു. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഫിഷ് ഫ്രൈ, തവ ഫ്രൈ, അതുപോലെ ഫിഷ് പൊള്ളിച്ചതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഫിഷ് ഐറ്റംസ് മാത്രമല്ല, ചിക്കന്, ബീഫ്, പോർക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ തന്നെ ഫുഡിന് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ടേബിളിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും തണുത്ത കഞ്ഞിവെള്ളം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു കുപ്പി തണുത്ത കഞ്ഞിവെള്ളം ഞാനിങ്ങനെ ഓർഡർ ചെയ്തു. ശരിക്കും നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരല്പം ആശ്വാസമുണ്ട്. എന്തായാലും നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫുഡ് കഴിപ്പിലേക്ക് കടക്കാമെന്ന് കരുതി. എന്തായാലും ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ചു. വളരെ നന്നായിരുന്നു. അതിനുശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, അതുപോലെ കപ്പ, അപ്പം, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒരു 10 മിനിറ്റിനകത്ത് തന്നെ സാധനങ്ങളെല്ലാം നമ്മൾ ടേബിളിലെത്തി. ഇനി ഇത് വാരി വലിച്ചകത്താക്കുക എന്നുള്ള കടമ്പയിലേക്ക് കിടക്കുകയാണ്. എന്തായാലും എല്ലാവരും പണി തുടങ്ങിയിരിക്കുന്നു. അത്യാവശ്യം സ്പൈസിയാണ്. ഷാപ്പിലെ ഫുഡ് അറിയാമല്ലോ, അത്യാവശ്യം സ്പൈസി ആയിരിക്കും. ശരിക്കും ഈ പോർക്ക് എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഒരു വികാരം തന്നെയാണ്. എവിടെ കിട്ടിയാലും വാങ്ങി കഴിക്കാറുണ്ട്. ഇവിടെ വന്നപ്പോഴും അത് ഉണ്ടായത് കൊണ്ട് തന്നെ വാങ്ങി. എന്തായാലും കപ്പയും കൂട്ടി ഒരു പിടിക്കുകയാണ്. അഭിപ്രായം ഇപ്പം തന്നെ പറയാം. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് മാമാ. അന്യായം അണ്ണാ, അന്യായം. ശരിക്കും ഫുഡ് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. ഈ വള്ളിക്കുടലിലിരുന്ന് ഈ കായൽപ്പരപ്പിൻ്റെ ഓളങ്ങളൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മഴ കൂടി വന്നു. മഴ കൂടി വന്നപ്പോഴത്തേക്കും തന്നെ ഒരു രക്ഷയില്ലാത്ത വൈബ്, പൊളി വൈബ് എന്ന് വെച്ചാൽ പൊളി വൈബ്. അപ്പോൾ നന്നായിട്ട് മഴ ആസ്വദിച്ചിരുന്ന് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. നമ്മുടെ കൊച്ചു കുരിപ്പ് കണ്ട മഴ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് തകർക്കുവാണ് ആശാൻ. ശരിക്കും നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇത്രത്തോളം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഇവിടെ വരുന്ന ഏതൊരാളെയും ആകർഷിക്കുന്നത് ആ കാണുന്ന ചെറിയ ദ്വീപാണ് കേട്ടോ. അതിൻ്റെ നടുക്കിൽ പോയി നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ എന്ന് പറയുന്നത് കൂടുതലായിട്ട് തന്നെ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസാണ്. അതായത് വള്ളം, അതുപോലെ കുട്ടവള്ളം, അതുപോലെ ബോട്ട്, കയാക്കിങ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ഈ കാണുന്ന സ്പോട്ടിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ അവരെത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് അവിടെ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നടത്താൻ പറ്റും. ശരിക്കും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളികളെക്കാളും കൂടുതൽ മറ്റുള്ള സംസ്ഥാനക്കാരൊക്കെ നിരവധി ആളുകളുണ്ട്. ഈ പോകുന്നതൊക്കെ തമിഴ്നാട്ടുകാരാണ് ഈ പോകുന്നത്. അതുകൊണ്ട് നിരവധി പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ വരുന്നത്. നമുക്ക് ശരിക്കും നമ്മുടെ തൊട്ടടുത്തായിട്ട് പോലും നമ്മളത് അറിയാൻ ഒരുപാട് താമസിച്ചു പോയി. എന്തായാലും ഈ സ്പോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഇതിൻ്റെ മാനേജർ നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഇവിടുത്തെ കൂടുതൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പുള്ളി സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. നമസ്കാരം. അപ്പോൾ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മനീഷ് എന്നാണ്. വർക്കലയിൽ നിന്ന് ഒരു 13 കിലോമീറ്ററും കൊല്ലത്തു നിന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ പ്രോപ്പർട്ടിയിലോട്ട് വരാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഷാപ്പിലോ കറികളും ലൈവ് ഫിഷസ് ഉണ്ട് ഫുഡായിട്ട്. പിന്നെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് മാംഗ്രോ ഫോറസ്റ്റ് വാട്ടർ ആക്ടിവിറ്റീസാണ്. കയാക്കിംഗ്, സ്പീഡ് ബോട്ട്, കൺട്രി ബോട്ട്, ബനാന റൈഡ്, സോഫ റൈഡ്, കൊറാക്കിൾ റൈഡ്, അങ്ങനെ ഒരുപാട് റൈഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മൾ അക്വ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് പിന്നെ പ്രൈവറ്റ് ഐലൻഡ് വരുന്നുണ്ട്. പ്രൈവറ്റ് ഐലൻഡ് ആ കാണുന്നതാണ് പ്രൈവറ്റ് ഐലൻഡ്. അവിടെ നമ്മൾ ഗസ്റ്റൊക്കെ അവിടെ പ്രൈവസി എടുത്തുകൊണ്ട്
നമുക്ക് അവിടെ അവരെ പാർട്ടീസും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ചെയ്യാൻ അവിടെ പറ്റും. ചെയ്യാൻ പറ്റും, അയലൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ നമ്മൾ നേരത്തെ കുട്ടി വിളിച്ച് ബുക്ക് ചെയ്യുന്നത് ബുക്ക് മാത്രമേ ചെയ്യണം. ആ നിൽക്കുന്ന ബുക്ക് ചെയ്ത് വന്ന വന്ന ആൾക്കാരാണ്. ഓക്കെ. അത് കൂടുതലും നമ്മൾ ഇവിടെയുള്ള ആൾക്കാരായിട്ട് പുറത്തുള്ള ആൾക്കാർ തന്നെയാണ് വരുന്നത്. നേരത്തെ കുട്ടി വിളിച്ച് ബുക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ സപ്ലൈ അല്ലേ? നമ്മളിവിടുന്ന് ബോട്ടിൽ കൊണ്ട് അവിടെ എല്ലാം സപ്ലൈ ചെയ്യും. അവർ ആവശ്യം അനുസരിച്ച് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയി അവിടെ കൊടുക്കുമല്ലേ. പിന്നെ ഇവിടെ കണ്ടൽക്കാടുകളൊക്കെ ഉള്ള വളരെ മനോഹരമായ അതാണ് പറഞ്ഞത്. നമ്മളെ ബോട്ടിംഗ് ആയാലും കയാക്കിംഗ് ആയാലും എല്ലാം 2 കണ്ടൽക്കാടുകളെല്ലാം കവർ ചെയ്ത് അവരെ മാക്സിമം എത്രത്തോളം ഹാപ്പി ആക്കി അവരെ ആ ഒരു ദിവസം അവരുടെ ലൈഫിൽ മെമ്മറബിൾ ആയിട്ടാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ഇപ്പം ലൈവ് ഫിഷ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ലൈവ് ഫിഷസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഫിഷ് ചെയ്തെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അവർ ലൈവായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഫ്രൈ ആയിട്ടായാലും തവ ഫ്രൈ ആയിട്ടായാലും ഗ്രില്ലായിട്ടായാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ. ഓക്കെ. എന്നാൽ നമ്മളിതിപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആളായി? ഇതിപ്പം അറൗണ്ട് ഒരു 3 വർഷത്തോളം ആവാറായി സ്റ്റാർട്ടായിട്ടല്ലേ? ഷാപ്പും നമ്മളിതെല്ലാം സ്റ്റാർട്ട് ആയിട്ട് ഒരു 3 വർഷത്തോളം ആവാം. ഇപ്പോൾ ശരിക്കും ഫാമിലിയാണ് കൂടുതൽ വരുന്നത്. അതെ, ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഇവിടെ ഫാമിലി തന്നെയാണ്. ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മളിതെല്ലാം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റേയും കൂടെ വരാൻ പോകുന്നുണ്ട്. നമ്മളിപ്പം അഡീഷണൽ റൂംസ് എല്ലാം ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് പിന്നെ സ്റ്റേയും സ്റ്റാർട്ടാവും. പിന്നെ നമ്മളിവിടെ DJ ഫംഗ്ഷൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷൻസ്, എൻഗേജ്മെന്റ്സ്, DJ ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ ഇതിന്റെ ടൈം എത്ര മണി തൊട്ട് എത്ര മണി വരെ? വാട്ടർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ രാവിലെ 6 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് നമ്മൾ ബോട്ടിങ് പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 5:30ക്കാണ് നമ്മൾ ലാസ്റ്റ് ബോട്ടിങ് പോകുന്നത്. 5:30ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് വൈകിട്ട് കണ്ടൽക്കാടുകളിൽ നിന്ന് തന്നെ സൺസെറ്റ് എല്ലാം വ്യൂ ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. രാവിലെ 6:30ക്ക് എന്ന് പറഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റും. കയാക്കിങ്ങും ബോട്ടിങ്ങും ആണ്. രാവിലെ കണ്ടലിൽ പോയി അവിടെ സൺറൈസും എല്ലാം കണ്ട് തിരിച്ചു വരാമെന്ന്. നമ്മുടെ ഇതിന്റെ വർക്കിംഗ് ടൈം എത്ര മണി വരെ? നൈറ്റ് റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഓർഡർ നമ്മൾ 9 മണിക്കാണ് എടുക്കുന്നത്. റെസ്റ്റോറൻറ്റ് അതിപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് വലിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ രാത്രി നമ്മളൊരു 10-11 മണി വരെ പോകും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുങ്ങോലം കരിയിലക്കല്ല് എന്ന ഷാപ്പിൻ്റെ മുന്നിലാണ്. ഇവിടെ വരാനായിട്ട് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ചാത്തന്നൂരിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വരുന്ന ഒരു സ്പോട്ടാണിത്. ശരിക്കും പൊളി വൈബ് തന്നെയാണ്. ശരിക്കും ഈ ചൂടത്ത് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്നത്. ഫുഡൊക്കെ കഴിച്ചു, വയറും നിറഞ്ഞു. മഴ കൂടി പെയ്തപ്പോഴത്തേക്ക് മനസ്സും നിറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ദിസ് ഈസ് വിഷ്ണു മലയാളി സൈനിങ് ഓഫ്. ബൈ. അപ്പോൾ അതേണ്ടി കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനു ശേഷം അടിച്ച് കയറി വാ, നമുക്കിവിടെ പൊളിക്കാം.